أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. صدق الله العلي العظيم. യത്തീമുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് തുടക്കം തന്നെ അള്ളാഹു പറഞ്ഞത്. വാത്തുൽ യത്താമ അംവാലഹും, യത്തീമുകൾക്ക് അവരുടെ ധനം നിങ്ങൾ നൽകണം. അവരുടെ ധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തര സ്വത്തിൽ അവർക്ക് അവകാശപ്പെട്ട ധനം. അനന്തര സ്വത്ത് ഭാഗിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് നൽകിയിരുന്നില്ല ജാഹിലിയത്തിൽ. അതുപോലെ സ്ത്രീകളെയും ഒഴിവാക്കിയിരുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യത്തീമുകളുടെ ധനം കൈവശപ്പെടുത്തി ഹറാമ് ഭക്ഷിക്കരുത്. വലാ തൗക്കുലു അംവാലഹും ഇലാ അംവാലിക്കും ഇന്നഹു കാന ഹൂബൻ കബീറ. അത് വലിയ പാതകമാണ്. നിങ്ങളുടെ ധനത്തോടൊപ്പം യത്തീമുകളുടെ ധനത്തെ കൂട്ടിക്കലർത്തി നിങ്ങളത് ഉപയോഗിക്കുന്നത് കൊടും പാതകമാണ്. അതുപോലെ യത്തീമുകളുടെ ധനം കണ്ട് മോഹിച്ച് അവരെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരോട് നീതി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾ അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമേകുന്ന ത്വാബലക്കും, നിങ്ങൾക്ക് ആശ്വാസമേകുന്ന മിനന്നിസ, ഈ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ. മഥ്നാവത്തുലാത്തവോ റുബ, 2, 3, 4 ഒക്കെ വിവാഹം ചെയ്തോളൂ. യഥാർത്ഥത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്തല്ല, യത്തീമുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. യത്തീമുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതിയോടെ വർത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ, നീതി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് മറ്റ് സ്ത്രീകളെ വിവാഹം ചെയ്തോളൂ. അതിനുശേഷമാണ് അള്ളാഹു പറയുന്നത്, വആത്തുന്നിസാഅ സ്വദുഖാതിഹിന്ന നിഹ്ല. സ്ത്രീകൾക്ക്, നിങ്ങൾ വിവാഹം ചെയ്യുന്ന സ്ത്രീകൾക്ക്, തൊട്ട മുമ്പ് ആയത്തിൽ പറഞ്ഞു നിങ്ങൾക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമേകുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നു, സ്ത്രീകൾക്ക് അവരുടെ സ്വദുഖാത്ത് നൽകണം. സ്വദുഖാത്ത് എന്നുള്ളത് മഹറിൻ്റെ മറ്റൊരു പദമാണ്. മഹർ നൽകണം. മഹർ എങ്ങനെയാണ് നൽകേണ്ടത്? നിഹ്ലത്തൻ, ഒരു സമ്മാനമായിട്ടാണ്. മഹർ നൽകുന്നത് സ്ത്രീകൾക്കുള്ള ഒരു സമ്മാനമായിട്ടാണ്. അതൊരു കോമ്പൻസേഷനല്ല, അതുപോലെ വിലയുമല്ല. സ്ത്രീയുടെ വിവാഹ കരാറിൽ സ്ത്രീക്ക് ഒരു സമ്മാനമായിട്ട് നൽകുന്നതാണ് മഹർ. സ്ത്രീയുടെ വിലയായിട്ട് മനസ്സിലാക്കുകയും ജാഹിലിയ കാലത്ത് പെൺകുട്ടിയുടെ വലിയ ആ ധനം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ചില ആളുകളുടെ അഭിപ്രായത്തിൽ ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീയുടെ വലിയനെയാണ്, ആത്തുന്നിസാഅ സ്വദുഖാതിഹിന്ന നിഹ്ല എന്ന്. പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇത് കല്യാണം കഴിക്കുന്ന ആളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. രണ്ടായാലും, കല്യാണം കഴിക്കുന്ന ആളായാലും നിഹ്ല എന്ന പദത്തിൽ നിന്ന് തന്നെ മഹർ എന്താണ് എന്ന് വ്യക്തമാണ്. മഹർ അവർക്കുള്ള ഒരു സമ്മാനമാണ്. അത് വിവാഹ കരാറിൻ്റെ ഒരു മൂല്യമാണ്. സാധാരണ ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ മൂല്യമൊക്കെ പോലെ ഉള്ള ഒരു മൂല്യവും കൂടിയായിട്ടാണ് പരിഗണിക്കുന്നത്. അല്ലാതെ സ്ത്രീയുടെ വിലയായിട്ടോ സ്ത്രീക്കുള്ള കോമ്പൻസേഷനായിട്ടോ അല്ല മഹർ. അള്ളാഹു പറയുന്നു, അവർക്കുള്ള ഒരു സമ്മാനമായിട്ട് അവരുടെ സ്വദഖ, അവരുടെ മഹർ നിങ്ങൾ നൽകണം. ആത്തുന്നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല. ഇനി അവരതിൽ നിന്ന് വല്ലതും തിരിച്ചു തരികയാണെങ്കിൽ, ഫൈൻ തുബിന ലക്കും, നിങ്ങൾക്ക് തിരിച്ചു നൽകുകയാണെങ്കിൽ, ആ വാക്ക് തുബിന എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞ ത്വാബ എന്നുള്ള വാക്കും ഒരേ റൂട്ടാണ്. അതിൽ ആശ്വാസത്തിൻ്റെ ഒരു മീനിങ് ഉണ്ട് അതിന്. നിങ്ങൾക്ക് ആശ്വാസമേകുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഫൈൻ തുബിന ലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ, സ്വന്തമായിട്ട് തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും അവർ നിങ്ങൾക്ക് ഒഴിവാക്കി തരികയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു നൽകുകയാണെങ്കിൽ, ഫകുലൂഹു ഹനീഅം മരീഅ, അത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഭക്ഷിക്കുക എന്ന് പറയാം. ലിറ്ററലി തന്നെ ഭക്ഷിക്കലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉടമപ്പെടുത്തുക. അതുപോലെ നൽകിയ ആൾക്ക് പിന്നീട് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ഉപയോഗിക്കുക. ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം പിന്നെ ബാക്കിയുണ്ടാവില്ല എന്ന പോലെ കിട്ടിയത് നിങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തോളൂ. ഹനീഅം മരീഅ,
ഹനീഅനായിട്ട് ആസ്വദിച്ചുകൊണ്ട് അത് എടുത്തോളൂ. ഇത് രണ്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സിഫത്തുകളാണ്. ഹനീഅൻ മരീഅ, ഒന്ന് ആസ്വാദനമാണ് ഹനീഅൻ. മരീഅ എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള ആഖിബത്തിൻ്റെ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പ്രശംസയുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയുണ്ടാകും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. ചില ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാകും, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ അത് ആശ്വാസമേകണമെന്നില്ല. കഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ പുകഴ്ത്തണമെന്നില്ല. കഴിച്ച് കുറേ കഴിഞ്ഞാൽ അത് ആശ്വാസത്തിന് പകരം പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ അള്ളാഹു പറയുന്ന ഹനീഅനായിട്ട്, വളരെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ആ ധനം എടുത്തോളൂ. മരീഅ, അത് എടുത്തുപയോഗിക്കുമ്പോൾ ആസ്വാദനം മാത്രമല്ല, അതിൻ്റെ റിസൾട്ടായിട്ടും വളരെ പ്രശംസനീയമായ രീതിയിൽ നിങ്ങളത് വിനിയോഗിച്ചോളൂ. നിങ്ങളതിൽ യാതൊരു ലജ്ജയും കാണിക്കേണ്ട, മടിയും കാണിക്കേണ്ട എന്നാണ്. അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകുകയാണെങ്കിൽ സ്ത്രീക്ക് നൽകിയതല്ലേ എന്നുള്ള ഒരു രീതിയിൽ അതിനെ കാണണ്ട. അതവർ തിരിച്ചു നൽകുകയാണെങ്കിൽ, അതിൽ നിന്ന് എന്ത് നൽകുകയാണെങ്കിലും നിങ്ങൾ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചോളൂ. അതിനുശേഷം അള്ളാഹു പറയുന്നു, വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ ധനം നിങ്ങൾ വിവേകമില്ലാത്തവർക്ക് കൊടുക്കരുത്. കാര്യശേഷിയില്ലാത്ത ആളുകൾക്ക് കൊടുക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പാക്കിയിട്ടുള്ള ധനം. നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സമൂഹത്തിൻ്റെതാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. മൊത്തം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ധനമാണ്. അത് നിങ്ങൾ വിവേകമില്ലാത്ത ആളുകൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരുടെ ഉടമസ്ഥതയിലാക്കി കൊടുക്കരുത്. യത്തീമുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ നിർദ്ദേശവും. യത്തീമുകൾക്ക് അവരുടെ ധനം നൽകണം എന്നാണ് ആദ്യം പറഞ്ഞത്. അവിടെ ഉദ്ദേശിച്ചത് നൽകണം എന്നുള്ളത് അവർക്ക് അവകാശമാക്കി കൊടുക്കണം. അത് അവരുടേതാണ്. നിങ്ങളുടേതുമായിട്ട് കൂട്ടിക്കലർത്തി നിങ്ങളത് നിങ്ങളുടെ ധനമാക്കി മാറ്റരുത്. അവരുടെ ധനം തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് കൊടുക്കരുതെന്നാണ്. അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നിങ്ങൾ കൊടുക്കരുത്. അവർക്ക് വിവേകമെത്തുന്നത് വരെ, അവർക്ക് ധനം വിനിയോഗിക്കാനുള്ള ബുദ്ധി എത്തുന്നത് വരെ, കാര്യശേഷി ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. വർസുഖൂഹും ഫീഹ വക്സൂഹും, അവർക്ക് നിങ്ങൾ ആ ധനത്തിൽ നിന്ന് ഭക്ഷണം നൽകുക, വസ്ത്രം നൽകുക. വഖൂലൂലഹും ഖൗലൻ മഅറൂഫ, അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക. നല്ല വാക്ക് പറയുക എന്നത് പലപ്പോഴും ഖുർആനിൽ പറയുക എന്നുള്ളത് ഒരാളുടെ സ്വഭാവവും അയാളുടെ ആറ്റിറ്റ്യൂഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ല വാക്ക് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ പരിഗണിക്കുക, നല്ല രീതിയിൽ ഡീൽ ചെയ്യുക, നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഅറൂഫായ ഏറ്റവും നല്ല രീതിയിൽ അവരോട് വർത്തിക്കുക. അതിനുശേഷം യത്തീമുകളുടെ ധനം തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. വബ്തലുൽ യതാമ ഹത്ത ഇദാ ബലഗുൻ നിക്കാഹ്, യത്തീമുകളെ നിങ്ങൾ പരിശോധിക്കുക. ഇബ്തിലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഖ്തിബാർ എന്നാണ്, എക്സാമിൻ ചെയ്യുക. എന്താണ് എക്സാമിൻ ചെയ്യേണ്ടത്? ഇബ്നു അഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇഖ്തിബാറു തസറുഫിൽ യതീമി ഫിൽ മാലി ബിഇത്തിഫാഖിൽ ഉലമ. പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുന്നത് ധനം വിനിയോഗിക്കാനുള്ള ശേഷിയുണ്ടോ എന്നാണ് എക്സാമിൻ ചെയ്യേണ്ടത്. യത്തീമുകൾക്ക് ധനം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് നോക്കണം. ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ, നിക്കാഹിൻ്റെ പ്രായം, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, അവർക്ക് നിങ്ങൾ ബുദ്ധിയും വിവേകവുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ധനം ചെലവഴിക്കാനുള്ള ബുദ്ധിയും വിവേകവുമൊക്കെ അവരിലുണ്ടെങ്കിൽ, ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ ധനം അവർക്ക് നിങ്ങൾ തിരിച്ചു നൽകണം. വലാ തഅ്കുലുഹ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറു, അവരുടെ ധനത്തെ നിങ്ങൾ ഭക്ഷിക്കരുത് ഇസ്റാഫൻ, വേസ്റ്റാക്കിക്കൊണ്ട്, അമിതമായി ദൂർത്താക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ ഭക്ഷിക്കരുത്. വബിദാറൻ അൻ യക്ബറു, അവർ വളർന്ന് വലുതാകുന്നു എന്ന് കണ്ടിട്ട് ധൃതിപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവരുടെ ധനത്തെ ദൂർത്ത് ആക്കി കളയരുത്.
വമങ്കാന ഖനിയൻ ഫൽ യസ്തഅഫിഫ്, ആരെങ്കിലും റിച്ചാണെങ്കിൽ, കഴിവുള്ളവനാണെങ്കിൽ അവന് തഅഫുഫാണ്, മാന്യതയാണ് വേണ്ടത്. യത്തീമുകളുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും സ്വന്തമായി എന്തെങ്കിലും യത്തീമുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, യത്തീമിന് വേണ്ടിയാണ് ചെയ്തു കൊടുത്തത്, അവൻ്റെ ധനത്തിൽ നിന്ന് ആ പൈസ എടുക്കാം എന്ന് കരുതുന്നതിന് പകരം സ്വന്തമായി എടുത്തുകൊണ്ട് അവൻ മാന്യത കാട്ടട്ടെ. ധനികരാണെങ്കിൽ അവർക്ക് അത്തരം വിഷയങ്ങളിൽ മാന്യത ഉണ്ടാകട്ടെ. വമങ്കാന ഫക്കീറൻ, യത്തീമിൻ്റെ സംരക്ഷകൻ ഫക്കീറാണെങ്കിൽ ഫൽ യഅ്കുൽ ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ച് അവൻ ഉപയോഗിച്ചു കൊള്ളട്ടെ. യത്തീമുകളുടെ ധനത്തെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, യത്തീമുകളുടെ സംരക്ഷണ ചെലവിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവൻ മഅറൂഫ് അനുസരിച്ചിട്ട്, നീതി നന്മ അനുസരിച്ചിട്ട് ഉപയോഗിച്ചു കൊള്ളട്ടെ. ഫൈദാ ദഫഅതും ഇലൈഹിം അംവാലഹും, അവരുടെ ധനം അവർക്ക് തിരികെ നൽകുമ്പോൾ ഫഷ്ഹിദു അലൈഹിം, അതിന് നിങ്ങൾ സാക്ഷികളെ നിർത്തുക. വകഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അള്ളാഹു തന്നെ മതി. സാക്ഷികളെ നിങ്ങൾ നിർത്തുക, അവരുടെ ധനം നൽകിയെന്ന് ഉറപ്പുവരുത്തുക. അവരുടെ ധനം അവർ വലുതാകുന്നു എന്ന് കണ്ടിട്ട് ധൂർത്താക്കി ചെലവഴിച്ച് കളയാതിരിക്കുക. ധനികരാണെങ്കിൽ മാന്യതയോടെ അവരുടെ ധനത്തെ ഉപയോഗിക്കാതെ, ന്യായമായ കാര്യത്തിനാണെങ്കിലും, അതേസമയം ഫക്കീറാണെങ്കിൽ ന്യായമായ കാര്യത്തിന് അവരുടെ ധനത്തെ ഉപയോഗിക്കുക. അങ്ങനെ യത്തീമുകളുടെ ധനത്തെ നിങ്ങൾ സംരക്ഷിക്കണം. തുടർന്ന് അള്ളാഹു പറയുന്നത്, അനന്തര സ്വത്തിൽ പുരുഷന് വിഹിതമുള്ളതുപോലെ തന്നെ സ്ത്രീക്കും വിഹിതമുണ്ട്. ജാഹിലിയ കാലത്ത് യത്തീമുകൾക്ക് ധനം നൽകാത്തതുപോലെ സ്ത്രീകൾക്കും ധനം നൽകിയിരുന്നില്ല. അള്ളാഹു പറയുന്നു, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖ്റബൂൻ, പുരുഷന് ഒരു വിഹിതമുണ്ട് അവരുടെ മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന ധനത്തിൽ നിന്ന്. ലിർരിജാലി നസീബും, പുരുഷന്മാർക്കൊരു വിഹിതമുണ്ട്. അതേ ട്യൂണിലാണ് അള്ളാഹു പറയുന്നത്, വലിന്നിസാ ഇ നസീബും, സ്ത്രീകൾക്കും വിഹിതമുണ്ട് മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖ്റബൂൻ, മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന ധനത്തിൽ സ്ത്രീക്കും വിഹിതമുണ്ട്. മിമ്മ കല്ല മിൻഹു ഔ കസുറ, എത്ര ചെറുതാകട്ടെ അത് വലുതാകട്ടെ, എത്ര ചെറിയ ധനമാണ് അവർ വിട്ടേച്ചു പോകുന്നതെങ്കിലും, എത്ര അധികം ധനം വിട്ടേച്ചു പോകുന്നുണ്ടെങ്കിലും അതിലൊക്കെ പുരുഷന് ഒരു ഓഹരി ഉള്ളതുപോലെ തന്നെ സ്ത്രീക്കും ഓഹരിയുണ്ട്. നസീബം മഫ്റൂല, നിയമമാക്കപ്പെട്ട ഒരു ഓഹരി, നിർണയിക്കപ്പെട്ട ഒരു ഓഹരി, അള്ളാഹു നിർണയിച്ച ഒരു മഫ്റൂലായ ഒരു ഓഹരി സ്ത്രീക്കും പുരുഷനുമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വൈദാ ഹളറൽ ഖിസ്മത ഊലുൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, ഭാഗിക്കുന്ന സമയത്ത്, അനന്തര സ്വത്ത് അല്ലെങ്കിൽ സ്വത്ത് ഭാഗം ചെയ്യുന്ന സമയത്ത് ഉറ്റ ബന്ധുക്കളുണ്ട്, യത്തീമുകളുണ്ട്, മിസ്കീന്മാരൊക്കെ ഉണ്ടെങ്കിൽ, അവർ പ്രസൻ്റാണെങ്കിൽ എന്നാണ് അർത്ഥം. ഇതാ ഹളറ, പ്രസൻ്റാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുക്കലുണ്ട്, നമ്മുടെ സംരക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തോ ഒക്കെ ആയിട്ട് അവരുണ്ടെങ്കിൽ, അത്തരം ആളുകൾ നമ്മളുടെ വലയത്തിലുണ്ടെങ്കിൽ, വർസുഖൂഹും മിൻഹു വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, അവർക്കും അതിൽ നിന്ന് റിസ്ക് നൽകണം, ഉപജീവനം ആ സ്വത്തിൽ നിന്ന് കുറച്ച് അവർക്കും നൽകുക. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക, അഥവാ അവരോട് നല്ല രീതിയിൽ വർത്തിക്കുക, മര്യാദയോടുകൂടെ മഅറൂഫ് അനുസരിച്ചിട്ട്, നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട നന്മകൾ അനുസരിച്ചിട്ട് അവരോട് പെരുമാറുക. ഇത്തരം ആളുകൾ നിങ്ങളുടെ വലയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ധനം ഭാഗിക്കുന്ന സമയത്ത് അവർക്കും റിസ്ക്കിന് വേണ്ട എന്തെങ്കിലും കൊടുക്കുക. ഇതൊരു ഐച്ഛികമായ കാര്യമാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്, നിർബന്ധ കാര്യമല്ല. തുടർന്ന് അള്ളാഹു പറയുന്നത്, വൽയഖ്ശല്ലദീന ലൗ തറക്കൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫൻ ഖാഫു അലൈഹിം, തങ്ങൾക്ക് പിന്നിൽ ദുർബലരായ കുട്ടികളെ വിട്ടേച്ചു പോകുന്നത് ഭയപ്പെടുന്ന ആളുകൾ, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ അനാഥരായി പോകുമല്ലോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ മറ്റുള്ളവരുടെ വിഷയത്തിലും ഭയപ്പെടട്ടെ. യത്തീമുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയാൻ വേണ്ടിയാണ് അള്ളാഹു പറയുന്നത്. സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ആ ഭയമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ 2 വിരലുകൾ അടുപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു, അനാ വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്ന ആളും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനൽ യതീമ മിൻക, യത്തീമുകളെ നിങ്ങളോട് അടുപ്പിക്കുക, വംസഹ് ബി റഅസിഹി, അവൻ്റെ തല തടവുക, വതഇംഹു മിൻ തുആമിക,
നീ ഭക്ഷിക്കുന്ന ഭക്ഷണം അവനെയും ഭക്ഷിപ്പിക്കുക. യലിൻ കൽബുക്ക്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കൽബിന് നൈർമല്യമുണ്ടാകും. വ തഖ്ദിർ അല ഹാജത്തിക്ക, നിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും. നിൻ്റെ കൽബ് സോഫ്റ്റാകുകയും നിൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരാനൊക്കെ ഇത് കാരണമാകും. യത്തീമുകളെ നിന്നിലേക്ക് അടുപ്പിക്കുക, യത്തീമിനെ സ്നേഹത്തോടെ അവൻ്റെ തല തടവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ്റെ തല തടവുക, നീ കഴിക്കുന്ന ഭക്ഷണം അവനെയും ഭക്ഷിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ യത്തീമിനെ സംരക്ഷിച്ച, യത്തീമിനോട് നല്ല രീതിയിൽ വർത്തിച്ച ഒരുപാട് മാതൃകകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും യത്തീമായിട്ടാണ് വളർന്നത്. ഖുർആൻ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അലം യജിദ്ക യത്തീമൻ ഫആവ, നീ യത്തീമായിരുന്നു എന്നിട്ട് നിനക്ക് നാം സംരക്ഷണം നൽകിയില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു യത്തീമിൻ്റെ സംരക്ഷണത്തിൽ വലിയ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലും ആ ഭയം വേണം. ഫല്യത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽയഖൂലു ഖൗലൻ സദീദ, നേരായ ശരിയായ വാക്ക് പറയുക. അതായത് ശരിയായ നിലപാട്, ശരിയായ രീതിയിൽ പെരുമാറുക, നേരായ രീതിയിൽ നിലകൊള്ളുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമൊക്കെ ശരിയായ രീതിയിലാക്കുക. അള്ളാഹുവിന് തഖ്വയുള്ളവരായി മാറുകയും ചെയ്യുക. തുടർന്ന് അള്ളാഹു യത്തീമിൻ്റെ ധനം അന്യായമായിട്ട് കൈക്കലാക്കുന്ന, അത് ഉടമപ്പെടുത്തുന്ന ആളുകൾക്കുള്ള താക്കീതായിട്ട് പറയുകയാണ്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ, അന്യായമായിട്ട് ദുൽമോടുകൂടെ യത്തീമിൻ്റെ ധനം ഭക്ഷിക്കുന്ന ആളുകൾ, തീർച്ചയായിട്ടും അത്തരം ആളുകൾ ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ, അവരുടെ വയറുകളിൽ നിറക്കുന്നത് തീയാണ്. വസയസ്ലൗന സഈറ, പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ്. അവർ ഇന്ധനമാണ് ശേഖരിക്കുന്നത്, നരകത്തിലെ ഇന്ധനമാണ് അവർ ശേഖരിക്കുന്നത്, അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ്. യത്തീമിൻ്റെ ധനം അന്യായമായിട്ട് ഭക്ഷിക്കുന്നതിന് അള്ളാഹു ഇത്ര വലിയ താക്കീതാണ് നൽകുന്നത്. തുടർന്ന് വരുന്ന ആയത്തിൽ അള്ളാഹു അനന്തരാവകാശ നിയമം പറയുകയാണ്. യത്തീമുകൾക്കും സ്ത്രീകൾക്കുമൊക്കെ അനന്തര സ്വത്തിൽ നിന്ന് നൽകാതിരുന്ന ജാഹിലിയ പശ്ചാത്തലത്തിലാണ് അള്ളാഹു നിർണിതമായ ഒരു ഓഹരി പല വിഭാഗങ്ങൾക്കും നൽകിക്കൊണ്ട് ഒരു നിയമം അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പരിശോധിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.